നേരെ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ വൻ ചർച്ചയായിരുന്ന ഒന്നായിരുന്നു തൃശ്ശൂരിലെ കിറ്റ് വിവാദം അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഈ വിവാദം ഉണ്ടായിരുന്നു, പരാതികളൊക്കെ പോയതുമാണ്. ഇന്നലെ നമ്മൾ അതിന്റെ തുടർച്ചയെന്നോണം കണ്ടു. പിന്നെ ഇന്നലെ ഈ വിഷയത്തിൽ ഈ കിറ്റ് വിവാദം വന്നു, അവിടെ ചെറിയൊരു സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അത് വാർത്തകളിൽ കുറച്ചധികം ഇടം പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ തൃശ്ശൂരിലെ കിറ്റ് വിവാദത്തിന് പിന്നാലെ വോട്ടർമാർക്ക് പാരിതോഷികം നൽകുന്നതിനുള്ള നീക്കങ്ങൾക്ക് ജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ബൂത്ത് തലം മുതൽ കമ്മിറ്റികൾ രൂപീകരിച്ചതായി UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പറഞ്ഞു. പോലീസിലെ ഒരു വിഭാഗവും ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും BJP സഹായിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലെ ഏതാനും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതാനും ഉദ്യോഗസ്ഥന്മാരും BJPയെ സഹായിക്കുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്പെഷ്യൽ നിരീക്ഷണം വേണം, പോലീസിൻ്റെ നിരീക്ഷണം വേണം, നിലവിലുള്ള സ്ക്വാഡിനെ റീസ്ട്രക്ചർ ചെയ്യണം, മൈക്രോ സ്ക്വാഡുകൾ ഏർപ്പെടുത്തണം. ലെവിൻ കെ വിജയൻ നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഗുരുതരമായിരുന്നു ഇന്നലത്തെ ഉണ്ടായ ആരോപണങ്ങളും അതിന് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങളും ഒക്കെ. ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടിയാണ് TN പ്രതാപൻ കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? കോൺഗ്രസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? സേതു, നമുക്കറിയാം വലിയ ശക്തമായ പോരാട്ടമാണ് മണലൂരിൽ നടക്കുന്നത്. അവിടെയാണ് ഇന്നലെ തൃശ്ശൂരിന് പുറമെ കഴിഞ്ഞ ദിവസം കിറ്റ് വിവാദം കൂടി വീണ്ടും ചർച്ചയായത്. BJP UDF പ്രവർത്തകർ സംഘടിച്ചെത്തുകയും സംഘർഷത്തിന്റെ വക്കോളം എത്തുകയും TN പ്രതാപന് നേരെ ഒരു ഘട്ടത്തിൽ കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടാവുകയും ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥരും പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് BJPയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ വാടാനപ്പള്ളി വിഷയത്തിൽ എന്നുള്ളതാണ് TN പ്രതാപൻ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ഇങ്ങനെ പാരിതോഷികങ്ങൾ നൽകിയും പണം നൽകിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കുമെന്നുമാണ് TN പ്രതാപൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ തന്നെ ബൂത്ത് തലം മുതലുള്ള കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൃശ്ശൂരിലും സമാനമായ നിലയിൽ കിറ്റ് വിവാദം ഉണ്ടാവുകയും BJP പ്രാദേശിക നേതാവായ രാധാകൃഷ്ണനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആരോപണം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ, അതല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള പ്രധാനപ്പെട്ട UDF കക്ഷികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മണലൂർ മണ്ഡലത്തിന് പുറമെ മറ്റിടങ്ങളിലും ഇത്തരത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെതായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. പോലീസിലെ ഒരു വിഭാഗവും ഇലക്ഷൻ കമ്മീഷനിലെ ഒരു വിഭാഗവും ഇത്തരത്തിൽ BJPയെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണവും സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ കിറ്റ് വിവാദം വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. LDFും UDFും അത് ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണ ദിവസങ്ങളിൽ സജീവ ചർച്ചാ വിഷയമാക്കി നിർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. മറുവശത്ത് അതേപോലെ തന്നെ നിയമപരമായ വഴിയിലും UDFും LDFും ഈ വിവാദത്തെ പിൻപറ്റിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ മജിസ്ട്രേറ്റിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ ഈ കേസെടുക്കാനുള്ള വാടാനപ്പള്ളി സംഭവത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം പോലീസിന് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ശരി, അപ്പം വോട്ടിന്